ഹായ്, മുന്തിരി വൈനാണ് ഇന്നുണ്ടാക്കി കാണിക്കുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും എപ്പോഴും മനസ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് കേക്കും വൈനും. നമ്മുടെ വീടുകളിൽ അപ്പോൾ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒക്കെ ഒരുക്കായിട്ട് നല്ല ഹോം മെയ്ഡ് വൈൻ ഉണ്ടാക്കാം. വൈൻ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര വലിയ സംഭവമൊന്നുമല്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ ടിപ്സൊക്കെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റും കളറൊക്കെ ഒന്ന് കൂടാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഞാൻ മുന്തിരിക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 10 കിലോ മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ വൈനിടുന്ന മുന്തിരി എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. കുരുള്ള, കുറച്ച് പുളിയൊക്കെ ഉള്ള, എന്നാൽ കുറച്ചധികം മധുരമുള്ള മുന്തിരിയാണ്. നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ സാധാരണ പറഞ്ഞാൽ മതി വൈനിടാനുള്ള മുന്തിരിന്ന്. അത് നമ്മൾ ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിൽ അതൊന്ന് കഴുകിയെടുക്കുക നന്നായിട്ട്. ഇത് ഓരോന്നും കഴുകിയെടുത്തിട്ടുള്ള നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത സ്റ്റേജ് ഭരണി അതിന് മുമ്പ് ഒന്ന് നന്നായി കഴുകി ഒന്ന് ഉണക്കാൻ പറ്റുമെങ്കിൽ ഉണക്കിയെടുക്കണം. ഭരണിയായിരിക്കണം. അതിലേക്ക് നമ്മൾ ഓരോ മുന്തിരി മണികളും നമ്മൾ ഓരോന്നായിട്ട് പീച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ തലകളൊക്കെ ഒന്ന് മാറ്റണം. നമുക്ക് ഇത്രയധികം മുന്തിരി നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ചെയ്യേണ്ടത്. അതിന് പകരം നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് അത് നന്നായി ഒന്ന് പീച്ചിട്ട് ലാസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ 10 കിലോ മുന്തിരി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് 2 കിലോ വേണമെങ്കിൽ 2 കിലോ മുന്തിരിയാക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റികളൊക്കെ ഒന്ന് ചെറുതാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ 10 കിലോ മുന്തിരി വാങ്ങണമല്ലോ, അത്രയ്ക്ക് വൈനിടാൻ പറ്റുമോ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുന്തിരിയുടെ ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതേപോലെ നമ്മൾ പീച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇടണം. നമ്മുടെ ഈ മുന്തിരി ഈ ഭരണിയിൽ കൊള്ളാത്തത് കാരണം പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഭരണിയുടെ ഉള്ളിൽ കാണാനുമായിട്ട് നമ്മളിവിടെ ഗ്ലാസ് ഭരണിയിലും കൂടിയിട്ടുണ്ട്. അങ്ങനെ 2 ഭരണിയിലായിട്ടാണ് ഇടണത്. പക്ഷെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത് 10 കിലോ മുന്തിരിയുടെ ഒരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ 5 കിലോ പഞ്ചസാരയാണ് ആഡ് ചെയ്യാൻ പോണത്. 5 കിലോ പഞ്ചസാര ഇതിൽ 2 ഭരണിയിലായിട്ട് ഇട്ട് കൊടുക്കണം. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് 2 ഭരണിയിൽ ഇട്ട് കൊടുക്കുന്നത് കാണിക്കണില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര മുഴുവൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അത് നമ്മൾ 2 ഭരണിയിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റാണ് ഇടുന്നത്. ഈസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് മതി നമുക്ക്. അതൊന്ന് ആക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ അതൊന്ന് കലക്കി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ള മസാലകൾ നോക്കാം. പട്ട ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ ഒരു 4 കഷ്ണം, കറിയാമ്പൂ ഒരു 10 എണ്ണം, ഏലക്കായ ഒരു 10 എണ്ണം. ഇത് ഒന്ന് ചതച്ച് എടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഞങ്ങൾ ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് പഞ്ചസാര കരിയിക്കണം. ആ ഒരു വൈനിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര നമ്മളതൊന്ന് കരിയിച്ചെടുക്കാനാണ് പോണത്. അതിലേക്ക് നമ്മൾ അത് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേ അധികം പഞ്ചസാരയൊന്നും കരിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കയ്പ്പ് രസം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ മതി നമുക്ക്. ഇത്രയോ അളവ് ഇതിലേക്ക് ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈനിന്. അപ്പോൾ അവിടെ കരിഞ്ഞ് വരുന്നതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ പഞ്ചസാര കരിയിച്ചിട്ടുള്ള വെള്ളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാനായിട്ട് ഇതിലേക്കാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ പഞ്ചസാര കരിയിച്ചിട്ടുള്ള വെള്ളവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര കരിയിച്ചിട്ടുള്ളത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഈ മുന്തിരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഭരണിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈസ്റ്റ് നമ്മൾ ചെറിയ ഭരണിയിൽ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ വലിയ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഈ 2 ഭരണിയിലാക്കി വെച്ചുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾ ഒരു ഭരണിയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 2 ഭരണിയിലാക്കി വെച്ചുകൊണ്ട് ഒരെണ്ണത്തിൽ കൂടി ഒരെണ്ണത്തിൽ കുറഞ്ഞു, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളത് 2 കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഊറ്റിയെടുക്കുമ്പോൾ 21ാമത്തെ ദിവസം നമ്മളത് ഊറ്റിയെടുക്കുമ്പോൾ 2 കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ കളർ കൂടി അത് 2 കൂടി മിക്സ് ആകുമ്പോൾ അത് ശരിക്കുള്ളൊരു ടേസ്റ്റ് ആവും. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉള്ളത്, ഇത് വേണമെങ്കിൽ 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് വീര്യം കൂടിയതും അതേപോലെ ഒന്ന് വീര്യം കുറഞ്ഞതും. ഇപ്പോൾ എല്ലാവർക്കും വീര്യം കൂടിയത് ആവണമെന്നില്ല.
വീര്യം കൂടിയതുള്ളവർക്ക് വീര്യം കൂടിയ രീതിയിലും അതേപോലെ വീര്യം കുറഞ്ഞുള്ളവർക്ക് കുറച്ചൊന്ന് വീര്യം കുറഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ ഒരു സൂത്രം കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ മസാലയും ഈസ്റ്റും പഞ്ചസാര കരിച്ചതെല്ലാം നമ്മളിതിൽ ഇട്ട് കൊടുത്ത് നന്നായി അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് അടച്ച് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഭരണി നന്നായി അടച്ച് വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഭരണിയിലൊരു 1/4 ഭാഗം മാത്രമേ നമ്മൾ വൈനിടാൻ പാടുള്ളൂ. കുറഞ്ഞാലും കുഴപ്പമില്ല, എന്നാൽ കൂടാൻ പാടില്ല. 1/4 ഭാഗത്തേക്കാണ്. എന്നുവെച്ചാൽ അത് പതഞ്ഞ് പൊന്തി പുറത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. 1/4 ഭാഗം ഇട്ടാൽ തന്നെ അത് ചിലപ്പോൾ പതഞ്ഞ് പൊന്തി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ, ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ ഒരു എളുപ്പമുണ്ട്. ആദ്യമായിട്ട് ചെയ്യണവർക്കുള്ള ഒരു ടിപ്പാണ്, അറിയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അവർക്കത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മൾ 21 ദിവസമാണ് ഈ വൈൻ ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ 21 ദിവസത്തിൽ ആദ്യത്തെ 2 ആഴ്ച നമ്മൾ എല്ലാ ദിവസവും ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഒരേ നേരത്ത്, അതായത് രാവിലെയാണ് ഇളക്കണമെങ്കിൽ രാവിലെ, വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം, ഒരേ നേരത്ത് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം. 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം കൂടുമ്പോഴോ 4 ദിവസം കൂടുമ്പോൾ അങ്ങനെ റെഗുലറായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇളക്കിയെടുക്കണത് മരത്തവി കൊണ്ടോ അല്ലെങ്കിൽ ചിരട്ട തവി കൊണ്ടോ ആവണം. പ്ലാസ്റ്റിക്, അലുമിനിയം, സ്റ്റീൽ തുടങ്ങിയ കയ്യിലുകൾ കൊണ്ടൊന്നും ഒന്നും ഇളക്കില്ല. ഇനി മരത്തവി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വൈനിടാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കൊമ്പ് കൊണ്ട്, അതൊന്ന് ഉണങ്ങിയിട്ടുള്ള കൊമ്പായിരിക്കണം, ചില്ലയായിരിക്കണം. ആ ചില്ല വൃത്തിയാക്കിയതിന് ശേഷം അത് വെച്ചിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ദിവസവും വൈൻ ഇളക്കണത് കാണിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ വീഡിയോയുടെ ലെങ്ത്തും അതുപോലെ കൂടും. അപ്പോൾ അത് കാരണം ഞാനിവിടെ കാണിക്കണില്ല. 21 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണിത്. ഇത് നമ്മൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അരിപ്പ വെച്ചിട്ടോ നമ്മളിത് ഫുള്ള് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ വൈൻ റെഡിയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വൈൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ വൈൻ ഇടാത്തവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ന്യൂ ഇയറിന് സ്പെഷ്യലായിട്ടുള്ള വൈന്, ഹോം മെയ്ഡ് വൈന് നമുക്ക് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബൈ.